ശ്രീ രാജു പി നായർ, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കാത്തത്? ബി ജെ പിയോട് നേർക്കുനേർ ഒരു പോരിന് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തയ്യാറാകേണ്ടതല്ലേ? ഇപ്പോൾ ഉത്തർപ്രദേശിൽ നോക്കൂ, കനൌജ്, അവിടെ എസ് പിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്നു. കനൌജ് കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ച സീറ്റാണ്, അല്ലാതെ വളരെ ഈസി ആയിട്ട് അവിടെ എസ് പി ജയിക്കുന്ന സീറ്റല്ല. പക്ഷെ ഒരു പോരാട്ടത്തിന് അഖിലേഷ് യാദവ് തയ്യാറാകുന്നു, ഡിംപിൾ യാദവ് തയ്യാറാവുന്നു മെയിൻപുരിയിൽ. അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇപ്പോഴും കോൺഗ്രസ് ജയിക്കുന്ന റായ്ബറേലിയിലെങ്കിലും മത്സരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അതുണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ CPI ആണെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധി മത്സരിക്കുള്ളൂ, അല്ലാണ്ട് ബി ജെ പിയോട് മത്സരിക്കാൻ പറ്റില്ല എന്നുണ്ടോ? ഹരിശ്രീ അശോകൻ പഞ്ചാബി ഹൗസിൽ പറയുന്ന പോലെ സോണിയ ആണെങ്കിൽ പോന്നോട്ടെ എന്ന് പറഞ്ഞതുപോലെ CPI ആണെങ്കിൽ ഞാൻ മത്സരിക്കാം, ബി ജെ പി ആണെങ്കിൽ പറ്റില്ല എന്നാണോ? അല്ല, മത്സരിക്കുന്നില്ല എന്ന് അഭിലാഷിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, തീരുമാനം കിട്ടിയത്? അല്ല, ഇതുവരെ മത്സരിക്കുന്നതായ തീരുമാനം വന്നിട്ടില്ല. അല്ല, ഇതുവരെയും മത്സരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ? ഇപ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെയും അമേഠിയിലെയും റായ്ബറയിലെയും സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവിടെ പല ഘടകങ്ങളുണ്ട്. അത് പാർട്ടിക്കകത്തുള്ള ഘടകം മാത്രമല്ല, പാർട്ടിക്ക് പുറത്തുള്ള ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ആശ്രയിച്ചു മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. അത് തന്ത്രപരമാണ്. അതല്ലാതെ രാഹുൽ ഗാന്ധി BJPയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് പേടിച്ചൊളിക്കുന്നു എന്നൊക്കെ അഭിലാഷ് പറഞ്ഞാൽ ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകർ തന്നെ അതിനെ അംഗീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ രാജ്യത്ത് സംഘപരിവാറിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന, നരേന്ദ്രമോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവ് രാഹുൽ ഗാന്ധിയാവും. അദ്ദേഹം പരാജയങ്ങളിൽ ഭയക്കുന്ന ആളുമല്ല എന്നുള്ളതും, എത്ര പ്രതികൂലാവസ്ഥയിലും താൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഏറ്റവും വീറോടും വാശിയോടും കൂടി ചെയ്യുന്ന ആളാണെന്ന് പറയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് ചില തന്ത്രങ്ങളുടെ കൂടിയായിരിക്കും. ഇപ്പം ചില ആഭ്യന്തര ഘടകങ്ങളും ആഭ്യന്തരമല്ലാതെ പുറത്തുള്ള ഘടകങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനമാവേണ്ടതുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിനനുസരിച്ച് രാഹുലോ പ്രിയങ്കയോ മത്സരിക്കാതിരിക്കാനുള്ള ഒരു ഘടകം താങ്കൾക്ക് പറയാമോ? നമുക്കറിയാം, പരമ്പരാഗതമായി തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, പിന്നെ VP സിംഗ് മുതലായി എല്ലാവരും, ഗാന്ധി കുടുംബത്തിൽ തന്നെ ഈ രാഹുൽ, സോണിയ അടക്കം എല്ലാവരും മത്സരിക്കുന്ന, പരമ്പരാഗതമായി ഇപ്പോഴും കോൺഗ്രസിന് ജയസാധ്യതയുള്ള സീറ്റുകളാണ്, ജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണ്. അവിടെ വേറെന്ത് ഘടകമാണ്? ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അമേഠിയും റായ്ബറേലിയും ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, മത്സരിക്കാതിരിക്കാനുള്ള ഘടകങ്ങളാണ് അങ്ങ് തപ്പുന്നത്. ഞങ്ങൾ തേടുന്നത് മത്സരിക്കുന്നതിനുള്ള ഘടകങ്ങളാണ്. അതല്ലാതെ മത്സരിക്കാതിരിക്കാനുള്ള ഘടകങ്ങളല്ല ഞങ്ങൾ തേടുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് പുറത്തുള്ള ഘടകങ്ങളാണെന്നേ. അപ്പോൾ ആ ഘടകങ്ങൾ കൂടി തീരുമാനമാവുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവും. അതിനു മുമ്പ് നമ്മൾ ചില ഇതിലേക്ക് എത്തുന്നത് മറ്റു പലരെയും സഹായിക്കാൻ ഉതകുമെന്നുള്ളതിനപ്പുറം ഒരു മാധ്യമ സൃഷ്ടി നരേന്ദ്രമോദിയെ നമുക്ക് അനാലിസിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ആരെയും ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഇന്ത്യ അല്ല, കേരളം അല്ലല്ലോ ഇന്ത്യ. അത് കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ ഇന്ത്യ ശ്രദ്ധിക്കുന്നില്ല എന്ന് അഭിലാഷ് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ ഒരു പ്രാധാന്യത്തെ കുറച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. ഇപ്പൊ മലയാളത്തിൽ നടക്കുന്ന ഒരു ചർച്ച എങ്ങനെയാണ് വേറൊരു സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത? നമ്മൾ മലയാളികൾ മാത്രമല്ലേ കേൾക്കൂ. ഇവിടെയാണെങ്കിൽ ഇലക്ഷനും കഴിഞ്ഞു. അഭിലാഷ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നടക്കുന്ന ചർച്ചകളാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ കൈകാലിട്ടടിക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അഭിലാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് നടക്കുന്ന പല സ്ഥലങ്ങളിലും നടക്കുന്ന ചർച്ച, അത് ഏറ്റവും പ്രാധാന്യമില്ലാത്തവർ പോലും പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ നേടുന്നത്. ഇപ്പോൾ വോട്ട് ജിഹാദ് എന്നുള്ള പ്രയോഗം എവിടെ നിന്നാണ് ലഭിച്ചത്? വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞൊരു പ്രയോഗം ലഭിച്ചത് സമാജ്വാദി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അത് വെച്ചുകൊണ്ട് കോൺഗ്രസ് അത് ഉപയോഗിക്കണം. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ചർച്ചകളെയും BJP എന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന, കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെപ്രാളം വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് നിശ്ചയിച്ച അജണ്ടയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിച്ച അജണ്ട സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും സംബന്ധിച്ചാണ്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടം, ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഉൾപ്പെടെ നടത്തിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിച്ചത്. ആ അജണ്ടയ്ക്ക് അകത്ത് പുറത്തു നിന്ന്
ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമായി മാറ്റാൻ ശ്രമിച്ച നരേന്ദ്രമോദി അത് ഫലപ്രദമാകുന്നില്ല, തനിക്കതിനകത്ത് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് ഒന്നും രണ്ടും ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതോടുകൂടി കോൺഗ്രസ് വരച്ച കളത്തിനകത്ത് വന്ന് അതിനകത്ത് കുളം കലക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജ്യത്തിന്റെ വിഭവങ്ങൾ നീതിപൂർവമായി വിതരണം ചെയ്യണമെന്നുള്ള കോൺഗ്രസ് നിശ്ചയിച്ച അജണ്ടയ്ക്കകത്ത് വന്നു. എന്നിട്ട് അതിനകത്ത് ഒരു വർഗീയ ചേരുവുണ്ടാക്കാൻ വേണ്ടി അത് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന തെറ്റായ പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. കൂടാതെ മറ്റ് വർഗീയമായ BJP ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ വെപ്രാളപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചർച്ചയിലേക്ക് വരാം.